ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇൻ്റഗ്രൽ x² + x+1/x+2 × x² + 1 അല്ലേ. അപ്പോൾ ഇവിടെ ഒന്ന് ലീനിയർ ഫാക്ടറും ഒന്ന് ക്വാഡ്രാറ്റിക് ഫാക്ടറുമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലീനിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് a/x+2 പ്ലസ് ഈ ക്വാഡ്രാറ്റിക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് bx + c/x² + 1 എഴുതി. അപ്പോൾ അതായത് ഈ ഇൻ്റഗ്രൻറ്റിനെ എടുത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഇട്ടിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ 2 പീസായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗമാണ് ഈ പറയുന്നത്. ഡിനോമിനേറ്ററിലുള്ള ഫാക്ടേഴ്സിനെ നോക്കിയിട്ട് വേണം നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ x+2 x² + 1 ആണ് ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്റർ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും വന്നാലാണ് ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ടേം മാത്രമേ ഉള്ളതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ a × x² + 1 + x+2 × bx + c ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ. അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. x² + x+1 = ദിസ് ന്യൂമറേറ്റർ. ഇനി നമ്മൾ സ്യൂട്ടബിൾ വാല്യൂസ് കൊടുത്തിട്ട് എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ x = 0 കൊടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ x ഉള്ളിടത്തൊക്കെ 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 = a × 1 + c × 0 + 2. അപ്പോൾ ഇവിടെ എയും വരും സിയും വരും. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ 1 വരും. ഇനി അടുത്തത് x = 1 കൊടുക്കുമ്പോഴും ഇതുപോലെ തന്നെ ഒരു ഇക്വേഷൻ കിട്ടും. പിന്നെ x² കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. x² കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര x² ഉണ്ട്? ഒരു x². ഇവിടെ എത്ര x² ഉണ്ട്? ax² ഉണ്ട്. bx × x ചെയ്യുമ്പോൾ bx² എന്ന് വരും. അതായത് ഒരു x² = a + b × x² എന്ന് വന്നു. അപ്പോൾ x² കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 1 = a + b എന്ന് വരും. അപ്പോൾ a + bയിലുള്ള ഒരു ഇക്വേഷനായി. ഇനി നമ്മൾ x = 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താണ് മാറ്റം വരിക? ഇതൊക്കെ 0 ആയി. അപ്പോൾ 1 = ഇവിടെ 0 കൊടുക്കുമ്പോൾ a × 0² + 1, അപ്പോൾ 1 മാത്രമേ ഉള്ളൂ, പ്ലസ് b × ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി. പിന്നെ c മാത്രമാണ്, c × x+2 എന്നാണ് വരിക. അപ്പോൾ എന്ത് വരും? 0 + 2. അപ്പോൾ 1 = a + c. b വരില്ലല്ലോ, b 0 ആയിപ്പോയി എക്സിന് 0 കൊടുക്കുമ്പോൾ. പിന്നെ c × 0, അപ്പോൾ 2c എന്ന് വരും. അപ്പോൾ a + 2c = 1 കിട്ടി. ഇനി നമ്മൾ x = 1 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരും നോക്കുക. അപ്പോൾ ഇവിടെ a + b = 1 കിട്ടി. ഇവിടെ a + 2c = 1 കിട്ടി. ഇതുപോലെ നമുക്ക് ഇക്വേഷൻസ് കിട്ടി. അത് സോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ എയും ബിയും സിയും കണ്ടുപിടിക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങോട്ട് കിട്ടില്ല. 3 അൺനോൺസ് ഉണ്ട്. a കാണണം, b കാണണം, c കാണണം. അപ്പോൾ നമുക്കുള്ള ഈ മാർഗ്ഗങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നോക്കുക സ്യൂട്ടബിൾ വാല്യൂ. ഇനി x = -2 കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. x = -2 കൊടുത്താൽ എന്താ കിട്ടുക? കാരണം എന്തെന്നാ, ഈ x+2 എന്നുള്ള ഈ ഫാക്ടർ ഉള്ളതുകൊണ്ട് x = -2 കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഈ മൊത്തം ഇത് 0 ആയിപ്പോയി. x = -2 കൊടുക്കുമ്പോൾ ഇത് 0 ആകുമ്പോൾ ഇത് × ഇത് 0 ആയി. അപ്പോൾ എന്ത് വരുന്നു? പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. x ന് -2 കൊടുക്കുമ്പോൾ -2ൻ്റെ സ്ക്വയർ 4 + -2 + 1 = റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇത് മൊത്തം 0 ആയിപ്പോയില്ലേ. x ന് -2 കൊടുക്കുമ്പോൾ -2ൻ്റെ സ്ക്വയർ 4 + 1 5. അപ്പോൾ 5 എന്ന് വന്നു. അതായത് 4 - 2 2 2 + 1 3 = 5 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് a = 3/5 എന്ന് കിട്ടും. അങ്ങനെയാണ് അത് കിട്ടിയത്. x ന് -2 കൊടുത്തപ്പോഴാണ് നമുക്ക് a = 3/5 കിട്ടുക. x ഉള്ളിടത്ത് -2 കൊടുക്കുക. അപ്പോൾ ഇനി a കിട്ടിയ നിലയ്ക്ക് ഇനി നമ്മൾ x² കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ കിട്ടും. കാരണം എയും ബിയും കൂടി കൂട്ടിയാൽ 1 വരണമല്ലോ. അപ്പോൾ b എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും 2/5 എന്ന് വരും. ഇനി അടുത്തത് ഇതുപോലെ x = 0 x = 1 ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അടുത്ത സിയുടെ വാല്യൂ കിട്ടും. അങ്ങനെ ചെയ്ത് നോക്കുക. അതായത് ഇതിൽ നിന്നും എ ബി സി കാണാനായിട്ട് നമ്മുടെ അവസരത്തിനനുസരിച്ച് ചെയ്യണം. ഇവിടെ x+2 ഉള്ളതുകൊണ്ട് x ന് -2 കൊടുത്തപ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. x ഉള്ളിടത്തൊക്കെ -2 കൊടുക്കുമ്പോൾ ഈ ഭാഗം മൊത്തം 0 ആയി പോയി.
പിന്നെ ഇവിടെ മാത്രം നോക്കിയാൽ മതി. എക്സിന് -2 കൊടുക്കുമ്പോൾ 4 + 1 5. അതായത് നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ 4 + -2 + 1 = a × 5 എന്ന് വന്നു. അതിൽ നിന്നും എയുടെ വാല്യൂ 3/5 എന്ന് വന്നു. x² കോഎഫിഷ്യൻറ്റ് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് a + b = 1 എന്നാണ്. a = 3/5 എന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിൽ നിന്നും ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും. b = നമുക്ക് 2/5 എന്ന് വന്നു. ഇതുപോലെ തന്നെ c = 1/5. എക്സിന് 0യോ എക്സിന് 1 ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. ചെയ്ത് നോക്കുന്നത് നിങ്ങൾ. അടുത്തതാണ്, ഇനി എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രേഷനിലേക്ക് വരിക നോക്കാം. ഇൻ്റഗ്രൽ x² + x + 1 ഇതാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണ മാർഗ്ഗമാണ് നമ്മൾ പറഞ്ഞത് a/x + 2 + bx + c/x² + 1. ലീനിയർ ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് a/x + 2, ക്വാഡ്രാറ്റിക് ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് bx + c/x² + 1. a എന്ന് പറഞ്ഞാൽ 3/5, b എന്ന് പറഞ്ഞാൽ 2/5, c എന്ന് പറഞ്ഞാൽ 1/5. ഇനി ഇത് നമ്മൾ ചെയ്തത് ഇവിടെ വെച്ച് ഇതിനെ 2 ഇൻ്റഗ്രലാക്കാനാണ്. 2 ഇൻ്റഗ്രലാക്കുമ്പോൾ 3/5 ന്യൂമറേറ്ററിലുണ്ടല്ലോ, അപ്പോൾ 3/5നെ പുറത്തേക്ക് എടുത്തു. പിന്നെ ഇൻ്റഗ്രൽ 1/x + 2 dx പ്ലസ് ഇൻ്റഗ്രൽ ഇവിടേക്ക് വരുമ്പോൾ 2/5. ഈ ഇൻ്റഗ്രൽ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. 2 ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് 3/5 ഇൻറ്റു ഈ ഇൻ്റഗ്രൽ വാല്യൂ നമുക്കറിയാം, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിൽ. അപ്പോൾ ഇതിങ്ങനെ പ്രൊസീഡ് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ആൻസർ log mod x + 2 ആണ്. ഇനി ഇവിടേക്ക് വരിക. ഇവിടെയും നമ്മളിതിനെ 2 ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യാം. 2 ഇൻ്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്ത് വരിക? 2/5x/x² + 1 + 1/5 / x² + 1. ഇവിടെ വെച്ചിട്ട് ഇതിനെ ഈ പ്ലസ്സിൽ വെച്ചിട്ട് ഇതിനെ 2 ഇൻ്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഇൻ്റഗ്രൽ പാർട്ട് നമുക്കറിയാം. ഇവിടെ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് വരുത്താൻ ശ്രമിച്ചാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പോൾ x² + 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2x + 0 ദാറ്റ് ഈസ് 2x. ആ 2x ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതിനിവിടെ നിലനിർത്തിയിട്ട് പിന്നെയുള്ള 1/5 മാത്രം ഔട്ട് സൈഡിൽ എടുക്കുക. ബുദ്ധിപൂർവ്വം നീങ്ങുന്നു. അപ്പോൾ 1/5 ഇൻറ്റു ഇൻ്റഗ്രൽ ന്യൂമറേറ്ററിൽ 2x ഡിനോമിനേറ്ററിൽ x² + 1. അപ്പോൾ ഇതിൻ്റെ ആൻസറും ഈസി ആയിട്ട് വരാൻ പോവാണ്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിൽ log mod ഡിനോമിനേറ്റർ പ്ലസ് 1/5 പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 1/x² + 1 എന്നാണ്. ഇത് നമുക്ക് പരിചയമുള്ളതാണ്. tan ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് 1/1 + x². അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് എക്സ്. അങ്ങനെ ഇതിലൂടെ വന്ന് ഇൻ്റഗ്രലായി, ഇതിലൂടെ വന്ന് ഇൻ്റഗ്രൽ വാല്യൂ എഴുതി, ഇതിലൂടെ വന്ന് ഇൻ്റഗ്രൽ വാല്യൂ എഴുതി. ഇതുപോലെ അവിടെ എയും ബിയും സി ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതാണ് ഇതിനകത്തെ കാര്യം. ഇനി ലാസ്റ്റ് വരുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. എന്താണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറഞ്ഞാൽ? ഡിഫറൻസിയേഷനിൽ നമുക്ക് പ്രോഡക്റ്റ് റൂൾ ഉണ്ട്. എന്താണ് പ്രോഡക്റ്റ് റൂള്? ഡെറിവേറ്റീവ് ഓഫ് ദ പ്രോഡക്റ്റ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതിന് സിമിലറായിട്ട് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് തന്നിട്ട് അതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ കാണണമെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ആ 2 ഫംഗ്ഷൻ, ആദ്യത്തേനെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്നും രണ്ടാമത്തേനെ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എന്തിൻ്റെയൊക്കെ ഇൻ്റഗ്രലാണ്? ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അത് പറഞ്ഞ് പഠിക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഈ ഇൻ്റഗ്രലിൽ ഇതിപ്പോൾ കണ്ട പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ് x ഇൻറ്റു cos x. ഇത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും ഇത് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തന്നാലോ, ഇൻ്റഗ്രൽ cos x ഇൻറ്റു x dx എന്നും തരാം. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും ചൂസ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാൻ ഐ ലേറ്റ് എന്നുള്ള ഫോർമുല ഓർത്താൽ നല്ലതാണ്. ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ്, സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് അത് മുതലായവ. എൽ ഫോർ ലോഗരിത്തമിക് ഫംഗ്ഷൻ, ലോഗ് എക്സ് അങ്ങനത്തെയൊക്കെ, ലോഗ് എക്സ്, ലോഗ് 2x ഇതൊക്കെ. എന്ന് വെച്ചാൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ്, x² 2x² അങ്ങനെയൊക്കെ വരുന്നത്. ടി ഫോർ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, സൈൻ എക്സ്, കോസ് എക്സ് എക്സെട്ര. ഇ ഫോർ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസ്, e⁻x, e⁻²x. അപ്പോൾ ഈ ഫംഗ്ഷൻസ് വരെ ഐ ലേറ്റിൻ്റെ ഓർഡറിലായിരിക്കണം വരണം എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യണത്? ഇപ്പോൾ ഇതെടുത്താൽ എക്സ് എന്ന് പറയുന്നത് ഇതിൽ വരും, നമ്മുടെ ഓൾജിബ്രൈക്കിൽ വരും അല്ലേ, x² 2x² ഒക്കെ. പിന്നെ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരും, നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ വരും. അപ്പോൾ ഐ ലേറ്റിൽ എ കഴിഞ്ഞിട്ടാണ് ടി. അപ്പോൾ ഇത് എ ഓൾജിബ്രൈക്കായിട്ട് വരും,
ഇത് ടി ആയിട്ട് വരും ട്രിഗണോമെട്രി. അപ്പോൾ ഓക്കെയാണ്, എ കഴിഞ്ഞിട്ട് തന്നെയാണ് ടി വരേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ ടി ആദ്യം എ ഇതല്ല ഓർഡർ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ കിട്ടിയാലും നമ്മൾ ഇതിലേക്ക് മാറ്റണം. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എക്സും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് കോസ് എക്സ് കൊടുക്കുക. അപ്പോൾ ഈ അതിലേക്ക് ഓർക്കുക. ഇനി നമുക്ക് ഓക്കെ ഇത് വെച്ച് ചെയ്യാം. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ ടി ആണ്. അപ്പോൾ നമ്മുടെ റൂൾ അനുസരിച്ച് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ് സൈൻ എക്സ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് അല്ലേ ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇനി ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ്, വീണ്ടും ഈ കോസ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ സൈൻ എക്സ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോഴും ഇൻറ്റഗ്രേഷൻ പാർട്ട് മുഴുവനും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് വീണ്ടും 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് തന്നെ. സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് എക്സ് പ്ലസ് സി. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് ഇവിടെ എന്താവും പ്ലസ് ആവും. അപ്പോൾ എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സി എന്ന്. ഇനി അടുത്തതാണ് ഇൻറ്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ്. ഇൻറ്റഗ്രൽ ലോഗ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. ഇപ്പോൾ സെക്കൻഡ് ഫംഗ്ഷനായിട്ട് 1നെ ചൂസ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, ഫസ്റ്റ് ഫംഗ്ഷൻ ഇത്, സെക്കൻഡ് ഫംഗ്ഷൻ ഇത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എക്സ് ആണ്, 1 ആണ് സെക്കൻഡ് ഫംഗ്ഷൻ, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് 1 ഡി എക്സ് എന്നാണ് വരിക. 1 തനിച്ചല്ല, അതിൻ്റെ കൂടെ ആരുണ്ട് ഡി എക്സ് വരും. ഇൻറ്റഗ്രൽ സൈൻ ഉണ്ടെങ്കിൽ എന്ത് ഇട്ടോളണം നമ്മൾ, ഡി എക്സ് ഇട്ടോളണം. അപ്പോൾ ഇൻറ്റഗ്രൽ 1 ഡി എക്സ് എന്ന് വെച്ചാൽ ഇൻറ്റഗ്രൽ ഡി എക്സ്, ഇൻറ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ. അപ്പോൾ ഇത് എന്ത് വന്നു, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 1 ആണ്. ആ ഇൻറ്റഗ്രൽ ഓഫ് 1 എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ 1 ഡി എക്സ്, ഇൻറ്റഗ്രൽ ഡി എക്സ് എക്സ് അത് എഴുതി, മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1/x ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് വീണ്ടും എക്സ് തന്നെ. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സും എക്സും ക്യാൻസൽ ആകുമ്പോൾ ഇൻറ്റഗ്രൽ ഡി എക്സ്, എക്സ് ലോഗ് എക്സ് മൈനസ് ഇൻറ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് സി. ഇനി അടുത്തത് ഇൻറ്റഗ്രൽ എക്സ് സിക്സ് സ്ക്വയർ എക്സ് ഡി എക്സ് ആണെങ്കിലോ ഇത് കണ്ട, ഇത് ഓൾജിബ്രൈക്ക് എക്സ്പ്രഷനാണ്, ഇത് ട്രിഗണോമെട്രി തന്നെയാണ്. അപ്പോൾ എ കഴിഞ്ഞിട്ട് തന്നെയാണ് ടി വരേണ്ടത്. ഈ ഓർഡർ ശരിയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ് സിക്സ് സ്ക്വയർ എക്സിൻ്റെ ഇൻറ്റഗ്രൽ, നമുക്കറിയാം ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് സിക്സ് സ്ക്വയർ എക്സ്. അപ്പോൾ ഇൻറ്റഗ്രൽ സിക്സ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ്. അപ്പോൾ എക്സ് ടാൻ എക്സ് മൈനസ് വീണ്ടും പറയുക ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് സിക്സ് സ്ക്വയർ എക്സിൻ്റെ ഇൻറ്റഗ്രൽ ടാൻ എക്സ്. ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എക്സ് ടാൻ എക്സ് മൈനസ് ഇൻറ്റഗ്രൽ ടാൻ എക്സ്. ഇൻറ്റഗ്രൽ ടാൻ എക്സ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, വാല്യൂ ലോഗ് മോഡ് സിക് എക്സ് പ്ലസ് സി. അത് കഴിഞ്ഞു. ഇനി ഇൻറ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ വീണ്ടും ഇതുപോലെ തന്നെ ഇൻറ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 എടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ഫംഗ്ഷൻ ഇല്ലെങ്കിൽ 1 സെക്കൻഡ് ഫംഗ്ഷൻ സഹായിയായിട്ട് 1നെ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്ത് ചെയ്യാം. ഇനി അടുത്തത് ഇൻറ്റഗ്രൽസ് ഓഫ് ദ ഫോം ഇങ്ങനെ വരികയാണെങ്കിൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഒരു ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് പറയുന്നത് ഇൻറ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. ഇങ്ങനെ ഒരു സെറ്റ് വരികയാണെങ്കിൽ ഈ ഇൻറ്റഗ്രൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, അതായത് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് സി. ഇനി ഇ റേസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഇ റേസ് ടു എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് എന്നായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക. ഇനി അടുത്തത് ഇതിനകത്ത് വരുന്നത് ഡെഫിനിറ്റ് ഇൻറ്റഗ്രലാണ്. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇപ്പോൾ ഇൻറ്റഗ്രൽ എ ടു ബി സൈൻ എക്സ് ഡി എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സൈൻ എക്സിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ് മൈനസ് കോസ് എക്സ് വിത്തിൻ ലിമിറ്റ്സ് എ ടു ബി എന്നാണ് അർത്ഥം. അപ്പോൾ എന്ത് വരും, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. ഈ എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് കോസ് ബി മൈനസ് പിന്നെ ലോവർ ലിമിറ്റ് ആയ കൊടുക്കുമ്പോൾ മൈനസ് കോസ് എ എന്ന് വരും. അപ്പോൾ മൈനസ് കോസ് ബി പ്ലസ് കോസ് എ ഈ രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാധാരണ ഇൻറ്റഗ്രൽ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇൻറ്റഗ്രേഷൻ പഠിക്കുക, എന്നിട്ട് പിന്നെ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാനും കൂടി പഠിക്കുക. പിന്നെ അതിനകത്തുണ്ട് ഇൻറ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം. ഇൻറ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം.
അതും ഒരു 3 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു ഫോർമുല ഇതാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് n-1h. ഈ ഫോർമുല പഠിക്കണം. ഇതിനെ ഫോളോ ചെയ്താണ് നമ്മൾ ചെയ്യുക. അതായത് ഇൻ്റഗ്രൽ വാല്യൂ കാണുന്നത് ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല ഉപയോഗിച്ചൊന്നുമല്ല, കുറേ സമ്മുകൾ ഉണ്ടാ, ലിമിറ്റ് ഓഫ് എ സം, അതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചാൽ ആ ഫോർമുല ഉപയോഗിച്ച് തന്നെ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയണ ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ് കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ 0, ബി എന്ന് പറഞ്ഞാൽ 1, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ എത്രയായിരിക്കും? അപ്പോൾ നമുക്കിവിടെ അറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 0 അല്ലേ? എഫ് ഓഫ് 0, അപ്പോൾ ഇത് 0 ആയി. പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്തായിരിക്കും? എഫ് ഓഫ് 0 പ്ലസ് എച്ച് എത്ര തന്നെയായിരിക്കും? എഫ് ഓ എക്സിന് പകരം 0 പ്ലസ് എച്ച് കൊടുത്താൽ അതായത് എച്ച് തന്നെ, അപ്പോൾ എച്ച് എന്ന് വരും. പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് 2h എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഫ് ഓഫ് 0 പ്ലസ് 2h എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 പ്ലസ് 2h കൊടുത്താൽ 0 പ്ലസ് 2h തന്നെ, അതായത് 2h എന്ന് വരും. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2h പ്ലസ് എക്സെട്ര പ്ലസ് ഇതുപോലെ പോയാൽ എന്ത് വരും? എ 0 അല്ലേ? 0 പ്ലസ് n-1h ഇങ്ങനെയാണ് കിട്ടുക. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു, ഇനി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഒന്ന് നോക്കാം. എച്ച് 2h എക്സെട്ര n-1h ആണ്. എച്ചിനെ കോമൺ ആയിട്ട് എടുത്താൽ എച്ച് ഇൻറ്റു ബാക്കി എന്തൊക്കെ കിട്ടും? 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n-1 വരും. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു വീണ്ടും എച്ച് ഇൻറ്റു, ഇനി ഈ സം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ n ടേംസിൻ്റെ സം നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n+1/2 എന്നാണ്. ഇവിടെ n ടേംസ് ഇല്ല. എത്ര ടേംസേ ഉള്ളൂ? n-1 ടേംസേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഈ n ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? n-1. അപ്പോൾ എന്ത് വരും? n-1 ഇൻറ്റു n-1, ഈ എന്നിന് വരെ n-1 കൊടുത്തു, പ്ലസ് 1/2 എന്ന് വരും. ദാറ്റ് ഈസ് n-1 ഇൻറ്റു n/2 എന്ന് വന്നു. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ആദ്യത്തെ n ടേംസിൻ്റെ സം n ഇൻറ്റു n+1/2. ഇവിടെ n ടേംസ് ഇല്ല, n-1 ടേംസ് ഉള്ളത് കൊണ്ട് എന്നിൻ്റെ സ്ഥാനത്തൊക്കെ n-1 കൊടുത്തു. അപ്പോൾ ഈ സമ്മിൻ്റെ ആൻസർ നമുക്ക് എന്താ എഴുതാം? n-1 ഇൻറ്റു n/2 എന്ന് വന്നു. ഇനി നമ്മൾ ഈ ഫോർമുല ഡിറൈവ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പോൾ എ ലോവർ ലിമിറ്റ്, ബി അപ്പർ ലിമിറ്റ്. ഈ എച്ചിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. n ഇൻറ്റു എച്ച് ഈക്വൽ ടു ബി മൈനസ് എ ആയിരിക്കണം. NH ഈക്വൽ ടു ബി മൈനസ് എ. ആ രീതിയിലാണ് നമ്മൾ ഈ ഫോർമുലയിലെ എച്ചിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ NH ഇവിടെ എത്രയായിരിക്കും? ബി മൈനസ് എ എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് 1 മൈനസ് ലോവർ ലിമിറ്റ് 0. അപ്പോൾ NH ഈക്വൽ ടു 1 ആണ് ഈ പ്രോബ്ലത്തിൽ. അപ്പോൾ ഈ NH എവിടെയൊക്കെ ഉണ്ടോ അവിടെ 1 എന്ന് എഴുതാൻ സാധിക്കും. അപ്പോൾ എന്ത് വരും? ഇത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു ഈ എന്നും എച്ച് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് ഈ എച്ചിന് ഉള്ളിലേക്ക് ഇടുക. എച്ച് ഇൻറ്റു n-1 ഇൻറ്റു n/2 എന്നാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. കഴിയുന്നത്ര NH കോമ്പിനേഷൻസ് വരുത്താൻ നോക്കുക. നമുക്ക് ഈ എച്ചും എന്നും അടുപ്പിച്ച് എഴുതാം. അപ്പോൾ NH ഇൻറ്റു ഈ n-1ഉം എച്ചും അടുപ്പിച്ച് എഴുതാം /2. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എന്ത് കിട്ടി? NH ഇൻറ്റു ഈ എച്ചിനുള്ളിൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ NH മൈനസ് എച്ച് എന്നായി /2. ഇനി NH ഉള്ളിടത്തൊക്കെ 1 എഴുതാമെന്നാണല്ലോ നമ്മുടെ അറിവ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0
1 × 1 - h/2. ഇനി ലിമിറ്റ് പറയുന്നതനുസരിക്കുന്നു എച്ചിന് 0 കൊടുക്കുക. അപ്പോൾ എന്താവും 1 × 1 - 0/2. അപ്പോൾ 1/2 എന്ന് വരും. അപ്പോൾ ആൻസർ എത്രയാണ്? 1/2 ആണ്. അതായത് ഇൻ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം. ഇനി ഏതിൻ്റെ ഇൻ്റഗ്രലാണ് കണ്ടുവേണ്ടത്? ഇൻ്റഗ്രൽ 0 to 1 x dx ആണ്. ഇത് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ്? നമ്മുടെ സാധാരണ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 1 x dx എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഇൻ്റഗ്രൽ ആദ്യം കാണുന്നു. എന്താണ് എക്സിൻ്റെ ഇൻ്റഗ്രൽ? x²/2. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എവിടെ നിന്ന് ഇതുപോലെ 0 മുതൽ 1 വരെയാണ്. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. എക്സിന് 1 കൊടുക്കുമ്പോൾ 1²/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. 0²/2 എന്ന് വരും. x²/2 ആദ്യം അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1²/2 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ 0²/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് 0 അല്ലേ? 1/2 തന്നെയാണ് ആൻസർ. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും 1/2 ആണ്. ഇവിടെ നമ്മളോട് പറയുകയാണ് ഫൈൻഡ് ദിസ് ഇൻ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം എന്ന് പറയുമ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യണം. എന്താണ് ഫോർമുല? ഇൻ്റഗ്രൽ a to b f of x dx equal to limit h tends to 0 f of a plus f of a plus h f of a plus 2h plus etc plus f of a plus n minus 1h ആണ്. nh അല്ല, ഓർക്കുക n minus 1h. ഇനി നമ്മുടെ ഈ പ്രോബ്ലത്തിലെ a equal to 0 ആണ്. a equal to 0 ലോവർ ലിമിറ്റ്. ഇനി അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പോൾ b equal to 1. പിന്നെ nh കൂടി പഠിച്ചു വയ്ക്കുക. nh equal to b minus a. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് വേണം നമ്മുടെ ഈ പ്രോബ്ലം ചെയ്യാൻ. നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്ത് വരും? നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നിട്ട് വേണം അത് ചെയ്യും. ലിമിറ്റ് h tends to 0 f of a. അപ്പോൾ നമ്മൾ സൈഡിലൊന്ന് ചെയ്ത് നോക്കുക. f of x x ആണ്. അപ്പോൾ f of a എന്ന് പറഞ്ഞാൽ f of 0. അപ്പോൾ f of 0 എത്രയായിരിക്കും? എക്സിന് 0 കൊടുക്കുമ്പോൾ f of 0 0 തന്നെ. ഇനി അടുത്ത വാല്യൂ നമുക്ക് വേണ്ടത് f of a plus h ആണ്. അപ്പോൾ f of 0 plus h. 0 plus h എന്ന് വെച്ചാൽ h തന്നെ. അപ്പോൾ f of h ആണ് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്, ഈ ടേമിൽ നിന്ന്. അപ്പോൾ f of 0 plus h എന്ന് വെച്ചാൽ f of hഉം എന്ത് തന്നെയായിരിക്കും? h. കാരണം f of x x ആണ്. അപ്പോൾ f of h h തന്നെ. അതുപോലെ എല്ലാ വാല്യൂസ് എഴുതുന്നു. ഇതുപോലെ നമ്മുടെ ഫോർമുല കഴിഞ്ഞ കൊല്ലം പഠിച്ച ഫോർമുല നോക്കിയിട്ട് n-1 ടേംസേ ഉള്ളൂ, അതനുസരിച്ച് ഫോർമുലയിൽ മാറ്റം വരുത്തി. കണ്ട n ടേംസിൻ്റെ സമയം n × n+1/2 ആയപ്പോൾ ഇതെന്തായി വന്നത്? n × n-1/2 ആണ്. ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതാണത്. ഇതുപോലെ തന്നെ ഇൻ്റഗ്രൽ 1 to 2x dx കാണാം. അതുപോലെ തന്നെ അടുത്തത് ഇൻ്റഗ്രൽ -1 to 1 e raised to x dx. ഇതൊക്കെ ചോദിക്കാം. എന്താണ് ഇൻ്റഗ്രൽ -1 to 1 e raised to x dx എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റ് എത്രയാണ്? ലോവർ ലിമിറ്റ് -1, അപ്പർ ലിമിറ്റ് 1. f of x എത്രയാണ്? e raised to x. അപ്പോൾ a equal to -1, b equal to 1 ആൻഡ് f of x equal to e raised to x. ഇനി nh എന്ന് പറഞ്ഞാൽ b minus a അല്ലേ? b minus a എത്രയാണ് ഇവിടെ? 1 minus -1 2 എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് ഇൻ്റഗ്രൽ -1 to 1 e raised to x dx എന്ന് പറഞ്ഞേ എന്തായിരിക്കും? ലിമിറ്റ് h tends to 0 h into f of a അല്ലേ? f of a എന്തായിരിക്കും ഇവിടെ? ഇവിടുത്തെ f of x e raised to x അല്ലേ? അപ്പോൾ f of a എന്ന് പറഞ്ഞാൽ f of -1 ആണ്. a -1 ആണ്. അപ്പോൾ e raised to -1 പ്ലസ് e raised to അടുത്തത് വരുമ്പോൾ f of a plus h ആണ്. അപ്പോൾ -1 plus h പ്ലസ് e raised to അടുത്തത് f of a plus 2h ആണ്. അപ്പം -1 plus 2h plus etc പ്ലസ് f of a plus n-1h എന്ന് പറഞ്ഞാൽ e raised to -1 plus n-1h എന്ന് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് h tends to 0 h into e raised to -1 പ്ലസ് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? e raised to -1 into e raised to h ആണ് എന്തായി മാറിയത്? e raised to -1 plus h ആയത്. പ്ലസ് e raised to -1 into e raised to 2h ആണ് ഇങ്ങനെയായത്. പ്ലസ് എക്സെട്ര പ്ലസ് e raised to -1 into e raised to n-1h ആണ് ആഡ് ചെയ്തപ്പോൾ പ്ലസ് വന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് h tends to 0 h into e raised to -1 എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കുക. പിന്നെ ഉള്ളത് 1 പ്ലസ് ഇതിൽ e raised to -1 ഔട്ട് സൈഡിൽ എടുത്താൽ 1 പ്ലസ് ഇതിൽ നിന്ന് e raised to -1 എടുക്കുമ്പോൾ e raised to h പ്ലസ് e raised to 2h പ്ലസ് എക്സെട്ര പ്ലസ് e raised to n-1 into h എന്ന് വന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് h tends to 0 h into
ഇ റേസ് ടു -1 ഇൻറ്റു ഇനിയുള്ളത് നോക്കാം. ഇതെന്താണ്? 1 ഇ റേസ് ടു എച്ച്, ഇ റേസ് ടു 2h എക്സെട്ര. ഇത് 1നെ ഇ റേസ് ടു എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. ഇ റേസ് ടു എച്ചിനെ വീണ്ടും ഇ റേസ് ടു എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് ഇ റേസ് ടു 2h കിട്ടിയത്. അപ്പോൾ ഇതൊരു GP ആണ്, ജോമെട്രിക് പ്രോഗ്രഷൻ. എന്താണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ? എങ്ങനെ പോകുന്നതാണ് ജോമെട്രിക് പ്രോഗ്രഷൻ? AR സ്ക്വയർ എക്സെട്ര അങ്ങനെ പോകുന്നതാണ് ഒരു GP എന്ന് പറഞ്ഞാൽ. GPയുടെ സം കാണാനായിട്ടുള്ള ഫോർമുല എന്തെന്നാ? സം ടു n ടേംസ് ഓഫ് GP A ഇൻറ്റു R റേസ് ടു n -1/R-1. ഇവിടുത്തെ കോമൺ റേഷ്യോ ആണ് R എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ കോമൺ റേഷ്യോ ഇ റേസ് ടു എച്ച് ആണ്. ഫസ്റ്റ് ടേം 1, A എന്ന് പറഞ്ഞാൽ 1ഉം R എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എച്ചും. അപ്പോൾ ഈ സം ടു n ടേംസ് അല്ലേ? അപ്പോൾ ഇവിടെ സം ടു നമുക്ക് എത്ര ടേംസ് ആണ്? n ആണോ n-1 ടേംസ് ആണോ? വേണ്ട, ഇവിടെ 1, 2, 3 അപ് ടു n-1 പ്ലസ് ഈ ഒന്നും കൂടി കൂടുമ്പോൾ n ടേംസിൻ്റെ സം തന്നെയാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഫോർമുല അനുസരിച്ച് തന്നെ പോവാം. അപ്പോൾ A ഇൻറ്റു എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു R റേസ് ടു n എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇ റേസ് ടു എച്ച് ഹോൾ റേസ് ടു n -1/R-1, ഇ റേസ് ടു എച്ച് -1. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു ഇ റേസ് ടു -1 ഇൻറ്റു ഇനി ഇ റേസ് ടു എച്ച് ഹോൾ റേസ് ടു എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു NH എന്ന് എഴുതാം. ഇത് തമ്മിൽ ഗുണിക്കുകയാണ് വേണ്ടത്. -1/ഇ റേസ് ടു എച്ച് -1. നമുക്കറിയാം NHൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ കാണുമ്പോൾ നേരത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. NH എന്ന് പറഞ്ഞാൽ 2 ആണ്. NH ഉള്ളോട് നമുക്ക് 2 കൊടുക്കാമല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു ഇ റേസ് ടു -1 ഇൻറ്റു ഇ സ്ക്വയർ -1/ഇ റേസ് ടു എച്ച് -1. ഇനി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതിനൊക്കെ എച്ച് ആണ് ലിമിറ്റ്. എച്ചിന് മാത്രം എച്ച് ഉള്ള ടേംസ് ഇവിടെ നിർത്തി കോൺസ്റ്റൻസിനെയൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകാം. ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു -1 കോൺസ്റ്റൻ്റ് ആണ്. ഇ സ്ക്വയർ -1 കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഉള്ളത് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഏതിന് മാത്രമേ ഉള്ളൂ? എച്ച് ഇൻവോൾവഡ് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയുണ്ട്? ഏതൊക്കെയാണ് ഇവിടെ? ഒരു എച്ച് മുകളിലുണ്ട്, ദി എച്ച് ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എച്ച് -1. ഈ ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് കഴിഞ്ഞ കൊല്ലം പഠിച്ച ഫോർമുല അനുസരിച്ച് ഇത് 1 ആണ്. അപ്പോൾ ആൻസർ എന്തായിട്ട് മാറി? ഇ റേസ് ടു -1 ഇൻറ്റു ഇ സ്ക്വയർ -1. ഈ രീതിയിൽ ഇൻ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഒന്നുകൂടി നോക്കിയേക്കാം. ഇൻ്റഗ്രൽ ലിമിറ്റ് കൂടി അപ്ലൈ ചെയ്യണം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ളത്. പിന്നെ ഇൻ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാക്കണം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1x dx ആസ് ദ ലിമിറ്റ് ഓഫ് എ സം എന്നായിരിക്കും. ഫോർമുല നല്ലോണം പഠിക്കുക. ഫോർമുലയ്ക്കൊക്കെ മാർക്ക് ഉണ്ടായിരിക്കും. ഇവിടെ f(a + n-1) വെച്ചെന്നാണ്. n-1നെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും a എഴുതുക, ലോവർ ലിമിറ്റ് എഴുതുക, അപ്പർ ലിമിറ്റ് എഴുതുക. അതോടൊപ്പം തന്നെ NH എഴുതി വെച്ചോളൂ, b - a. അപ്പോൾ a0 b1 f(x) എന്ന് പറഞ്ഞാൽ x ആണ്. fxൻ്റെ സ്ഥാനത്ത് ഇവിടെ x. അതനുസരിച്ച് വാല്യൂസ് കൊടുത്ത് പോവുക. ഓക്കെ, ഈ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കിക്കോളുക കേട്ടോ. നല്ലോണം പഠിക്കുക.